നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്തിലെ കർഷകരുടെ ചിരകാല സ്വപ്നമായ മോര്യക്കാപ്പ് നവീകരണത്തിന് വഴിയൊരുക്കുന്നു. മോര്യയിലെയും തിരുത്തിയിലെയും പാടശേഖരങ്ങളിലെ കൃഷിക്ക് ജലസേചനത്തിനും പരിസരത്തെ വീടുകളിലെ ജലസ്രോതസ്സുകളിൽ വെള്ളം ലഭിക്കുന്നതിനും ഉപകരിക്കുന്ന പദ്ധതിയാണ് മോര്യക്കാപ്പ് ജലശേഖരണ പദ്ധതി. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വേനൽക്കാലത്ത് ഇവിടെ നിന്നും മറ്റു കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ ജലം എത്തിക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ജലം സംഭരിച്ചു വയ്ക്കുവാനും സാധിക്കും. മോര്യക്കാപ്പ് പ്രദേശം ജില്ലാ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും തവനൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന സംഘവും സന്ദർശിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തവനൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാനാണ് സംഘം സ്ഥലം സന്ദർശിച്ചത്. നിരവധി തവണ സർക്കാർ ബജറ്റിൽ മോര്യക്കാപ്പ് ജലശേഖരണ പദ്ധതിക്കായി 5 കോടിയും 10 കോടിയും ഫണ്ട് വകയിരുത്തിയിരുന്നുവെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിരുന്നില്ല. 1995 അന്നത്തെ LDF സർക്കാർ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന NK പ്രേമചന്ദ്രൻ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു. 20% പ്രവൃത്തി നടന്നെങ്കിലും മോര്യക്കാപ്പ് പ്രദേശം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക, 3 മീറ്ററോളം ആഴത്തിൽ മണ്ണെടുത്ത് നീക്കം ചെയ്യുക, പരിസരത്തെ തോടുകൾ നവീകരിക്കുക, VCB നിർമ്മിക്കുക തുടങ്ങിയവയായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വേനൽക്കാലം അവസാന സമയത്താണ് വെള്ളം വറ്റുക. 2 മാസം മാത്രമാണ് പ്രവൃത്തിക്കായി സമയം ലഭിക്കുക. അതുകൊണ്ട് തന്നെ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചില്ലായിരുന്നു. കൃഷി നടക്കുന്ന സമയത്ത് ഇവിടെ പ്രവൃത്തി നടത്താൻ സാധിക്കില്ല. കൃഷി അവസാനിക്കുമ്പോഴേക്കും മഴക്കാലം എത്തുകയും ചെയ്യും. അതിനാൽ തന്നെ പ്രവൃത്തി നടത്താൻ തടസ്സമായിരുന്നു. ഇതേ തുടർന്ന് എല്ലാ വർഷവും ബജറ്റിൽ ഫണ്ട് വകയിരുത്താറുണ്ടെങ്കിലും പ്രാവർത്തികമായിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി മോര്യക്കാപ്പിലേക്ക് വെള്ളമെത്താത്തതിനെ തുടർന്ന് ഇവിടുത്തെ കർഷകരുടെ കൃഷിയെല്ലാം ഉണങ്ങിപ്പോയിരുന്നു. ജലം ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കാത്തതും തോടുകൾ അടഞ്ഞു കിടക്കുന്നതുമെല്ലാമായിരുന്നു ഇതിന് കാരണം. തുടർന്ന് പഞ്ചായത്ത് അധികൃതരും കർഷകരും കലക്ടറുടെയും കൃഷി വകുപ്പിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. 75 ഹെക്ടറോളം കൃഷിഭൂമിയുള്ള മോര്യക്കാപ്പിൽ ആവശ്യത്തിന് വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനുള്ള സംവിധാനമില്ല. മാത്രവുമല്ല, ഇവിടേക്കെത്തുന്ന വെള്ളം കൃഷിക്കാവശ്യത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ കാപ്പ് പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് സുഗമമാക്കിയാൽ വെള്ളം കൂടുതൽ ശേഖരിച്ചു വയ്ക്കുവാനും അതിനോടനുബന്ധിച്ചുള്ള 75 ഹെക്ടറോളം ഭൂമിയിൽ നെൽകൃഷി ചെയ്യുവാൻ സാധിക്കും. 75 ഹെക്ടറോളം കൃഷിഭൂമിയുള്ള മോര്യക്കാപ്പിൽ സമീപത്തെ മറ്റു പാടങ്ങൾ കൂടി ചേർത്ത് വലിയ കൃഷിഭൂമിയാക്കുവാനും പഠനം നടത്തി റിപ്പോർട്ടുണ്ടാക്കി പല സ്രോതസ്സുകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ പറഞ്ഞു. മോര്യക്കാപ്പ് പാടശേഖരത്തിലെ പരമാവധി ഏരിയ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ സൈറ്റ് വിസിറ്റ് നടത്തിയത്. അപ്പോൾ മോര്യക്കാപ്പ് പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.25 ഏരിയ ഉള്ള ഒരു കാപ്പാണ്. അപ്പോൾ അവിടെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ ആവശ്യത്തിന് വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒന്നുമില്ല. അവിടേക്ക് വരുന്ന വെള്ളം തന്നെ നമുക്ക് ആവശ്യത്തിന് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ കാപ്പ് പ്രദേശം വീണ്ടെടുത്ത് അവിടെ ഡീസിൽറ്റിംഗ് ചെയ്ത് അവിടേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കിയാൽ അവിടെയുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുകയും അവിടെ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ഒരു 70-75 ഹെക്ടറോളം സ്ഥലത്ത് നല്ല രീതിയിൽ നെൽകൃഷി ചെയ്യാൻ ഇപ്പോൾ നമുക്ക് എപ്പോഴും ഈ വർഷമൊക്കെ വരൾച്ചയും വെള്ളത്തിൻ്റെ ഷോർട്ടേജൊക്കെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ 75 ഹെക്ടറോളം വരുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമുള്ള കൂടുതൽ പാടങ്ങളും കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നോക്കുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗവും സാങ്കേതിക പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗവും തവനൂരിൽ നിന്നുള്ള സയൻറ്റിസ്റ്റും കൃഷി വകുപ്പും കർഷകരും ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് നമ്മളിന്ന് ഫീൽഡിൽ വന്നിരിക്കുന്നത്. അപ്പം പ്രാഥമികമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തി ഒരു റിപ്പോർട്ടാക്കി മുന്നോട്ട് ഫണ്ട് പല സ്രോതസ്സുകളിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 5.25 ഏക്കർ വിസ്തീർണം വരുന്ന മോര്യക്കാപ്പ് നവീകരിച്ച് അതിലേക്കുള്ള തോട് ശുചീകരിച്ച് ജലശേഖരണ സ്രോതസ്സായി മാറ്റാനുള്ള പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും നിലവിൽ മുന്നിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വട്ടച്ചിറ പുഴയിൽ നിന്നും മോര്യക്കാപ്പിൽ 2 വർഷങ്ങളിലൂടെ തോട് കീറി വെള്ളം എത്തിക്കുകയും കൂടാതെ വെള്ളം ശേഖരിക്കുന്നതിനായി 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനുള്ള ഒരു സ്രോതസ് ഉണ്ടാക്കുക എന്നിവയാണ് മുന്നിലുള്ളതെന്ന് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന S പറഞ്ഞു.
നമ്മൾ വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നന്നമറ പഞ്ചായത്തിലെ വെള്ളത്തിൻ്റെ ഷോർട്ടേജും അതുപോലെ തന്നെ നെൽകൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള എങ്ങനെ നമുക്ക് ഈ മൂരിയാക്കാപ്പ് ഏതാണ്ട് 5.25 ഏക്കർ വിസ്തീർണം വരുന്ന മൂരിയാക്കാപ്പ് റെജുനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ച് അതിലേക്കുള്ള ചാലും ഒന്ന് ഡീസിൽറ്റ് ചെയ്ത് എടുത്ത് അതിനെ ഒരു വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ചറാക്കി മാറ്റാനുള്ളൊരു ആശയമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റ് എസ്റ്റിമേഷൻ പ്രിപ്പറേഷനായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, വട്ടച്ചിറയിൽ പുഴ തോട് രണ്ടായിട്ട് തിരിഞ്ഞ് മൂരിയാക്കാപ്പിലേക്ക് 2 സൈഡിലൂടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3.5 ഏക്കറും 3.5 കിലോമീറ്ററും ഒരു തോട് 2.5 കിലോമീറ്ററുമാണ്. ഇതിന് 2 തോട് മൊത്തം ഏതാണ്ട് 6 കിലോമീറ്ററുള്ള തോട് മണ്ണ് മാന്തി ഒന്ന് വെള്ളത്തിന് വരാനുള്ള ഒരു സൗകര്യത്തിന് ശരിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് മൂരിയാക്കാപ്പ് 5.25 ഏക്കറുണ്ട്. അതൊരു 3 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്ത് നമ്മളുടെ അതിന് ചുറ്റുമുള്ള ഏതാണ്ട് ഒരു 60 ഏക്കറോളം സ്ഥലത്ത് ഇട്ട് ഒരടി ലെവലിലിട്ട് നിരപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പാടം നെൽകൃഷിക്ക് അനുയോജ്യമാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മൂരിയാക്കാപ്പിൽ ഈ 3 മീറ്റർ ഉയരത്തിൽ വെള്ളം നിർത്തുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 69,000 m3, അതായത് അതിൻ്റെ കൂടെ ഒരു 1000 കൂടി ഇട്ട് അത്രയും ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. എനിക്കൊന്ന് അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ഷോർട്ടേജും അതുപോലെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. നന്നമ്പ്ര പഞ്ചായത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയാണ് മൂരിയാക്കാപ്പ് ജലം സംരക്ഷിക്കുക എന്നത്. മുൻകാല ഭരണസമിതികളടക്കം MLA, കലക്ടർ എന്നിവരെയടക്കം സമീപിച്ചിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നില്ലെന്നും എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥ സംഘം എത്തി സന്ദർശനം നടത്തുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് സമർപ്പിച്ച് പദ്ധതി പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത് പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് മൂരിയാക്കാപ്പ് ജലം സംരക്ഷിക്കുക എന്നുള്ളത്. കൃഷിക്കാരുടെ ഏറെ ആഗ്രഹമാണ്. കുറേ കാലങ്ങളായിട്ട് മുമ്പത്തെ ഭരണസമിതികളിലും ഈ ഭരണസമിതികളൊക്കെ നിരന്തരം കളക്ടറുമായിട്ടും മറ്റു MLA MP-മായിട്ടൊക്കെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇത് യാഥാർത്ഥ്യത്തിലേക്ക് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പല എസ്റ്റിമേറ്റുകൾ എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മളെ ജില്ലാ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കൃഷി ഓഫീസർ മറ്റ് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി നമ്മളെ ഈ ഭൂമി സന്ദർശിച്ച് ഈ മൂരിയാക്കാപ്പ് സന്ദർശിച്ച് 2 ആഴ്ചക്കുള്ളിൽ അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമ്മുടെ ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ബ്ലോക്ക്, ജില്ല, അതുപോലെ തന്നെ MLA, MP എല്ലാവരെയും സർക്കാരിലേക്കും പദ്ധതിക്കുള്ള വിഹിതം കണ്ടെത്തുന്നതിന് വേണ്ടി സമീപിച്ച് നമ്മുടെ ഈ മൂരിയാക്കാപ്പ് പദ്ധതി കർഷകർക്ക് കാലങ്ങളായിട്ടുള്ള ഈ പദ്ധതി പൂർത്തിയാക്കാൻ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ കൂടിയിട്ട് നമ്മളിത് ഈ കർഷകർക്കുള്ള സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാൻ ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ച ഒരാഴ്ച എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കും. കർഷകരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് മൂരിയാക്കാപ്പ് ജലശേഖരണ പദ്ധതിയെന്നും ഉദ്യോഗസ്ഥ സംഘമെത്തി പരിശോധന നടത്തിയിട്ടുണ്ടെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ എസ്റ്റിമേറ്റ് സമർപ്പിക്കുമെന്നും ഇതിലേക്ക് ആവശ്യമായ തുക MLA, MP, ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സമാഹരിക്കുമെന്നും വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി പറഞ്ഞു. മൂരിയാക്കാപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ കാലത്തെ കർഷകരുടെ ഒരു സ്വപ്നമാണ് മൂരിയാക്കാപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കർഷകരുടെ വെള്ളത്തിൻ്റെ റിസർവോയർ ആയിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഈ മൂരിയാക്കാപ്പ് സ്ഥിതി ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ നമുക്കത് സംരക്ഷിക്കാനത് വേണ്ട രീതിയിൽ അതിൻ്റെ മണ്ണ് കോരിയെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലത്ത് നമ്മുടെ ആവശ്യം ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ അറിയിച്ചു. ഇന്ന് ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ജില്ലാ കൃഷി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകളടക്കമുള്ള യൂണിവേഴ്സിറ്റി സയൻറ്റിസ്റ്റുകളടക്കം വന്നിട്ട് അതിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒരാഴ്ച 1-2 ആഴ്ചക്കകം അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അതിന് എത്ര ഫണ്ട് വരുന്നോ, എത്ര എസ്റ്റിമേറ്റ് വരുന്നോ അതിൻ്റെ തുക നമ്മൾ വ്യത്യസ്ത മേഖലയിൽ സമാഹരിക്കുകയാണ്. MLA, MP, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ സർക്കാരിനോ ഒക്കെ നമ്മൾ ഫണ്ട് സമാഹരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കതിൽ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കർഷകരുടെ അടക്കമുള്ള ബഹുജനങ്ങളുടെ അടക്കമുള്ള മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് അതിൽ നിന്നൊക്കെ അതിന് അഭിപ്രായ സ്വരൂപണമൊക്കെ ഉണ്ടാക്കിയിട്ട് പരമാവധി നമ്മുടെ ഈ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ബോർഡ് ശ്രമിക്കും. ബന്ധപ്പെട്ട എല്ലാ അത് സാക്ഷാത്കരിക്കുന്നത് വരെ നമ്മൾ കൃത്യമായി തന്നെ അതിന് പുറകിലുണ്ടാകും. നമ്മുടെ കർഷകരെ നമ്മൾ ഏറ്റവും ആവശ്യമുള്ള കർഷകരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ മുന്നിലുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ദീപ KP,
തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷിത NP, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത, കൃഷി ഓഫീസർ സിനിജ ദാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത്, വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാപ്പുട്ടി, പാടശേഖര സമിതി ഭാരവാഹികളായ മറ്റത്ത് കുഞ്ഞി മുഹമ്മദ് ഹാജി, മറ്റത്ത് റഷീദ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.